ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ കുക്കറിൽ വെച്ച് 4 മണിക്ക് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കേക്ക് വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത്. ഈ ഒരു കേക്കിനെ തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാചക രീതിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു കേക്കിന്റെ പാചകത്തിനായിട്ട് നമ്മുടെ വീട്ടില് നിത്യമുള്ള ചേരുവകൾ മാത്രം മതിയാകും. നമ്മുടെ വീട്ടിലെ നിത്യമുള്ള കുക്കറും അതുപോലെ തന്നെ ഒരു മിക്സിയും 2 രൂപയുടെ ബൂസ്റ്റ് പാക്കറ്റും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാകുന്ന രുചിയിൽ നല്ല പഞ്ഞി പോലുള്ള കേക്ക് തന്നെ തയ്യാറാക്കാം. ഇനി കേക്ക് തയ്യാറാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന എന്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും. ചേരുവകൾ വളരെ കുറച്ച് അധികം ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇനി വൈകിട്ടത്തെ ചായക്ക് എന്തുട്ടാ കടി എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ ഇന്നൊരു കേക്ക് തയ്യാറാക്കിയിട്ടുണ്ടെന്ന്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ ആണ്. വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ വേണേ കൂട്ടുകാരെ കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. വളരെ സിമ്പിളായിട്ട് ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു അരിപ്പ കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിന്ന് എല്ലാ കാര്യങ്ങളും ഗ്ലാസ് അളവാണ് എടുക്കുന്നത്. ഇതുപോലൊരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ള മൈദപ്പൊടിയെ ഈ അരിപ്പയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മൈദപ്പൊടി ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും 1 നുള്ളുപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടിയെ അരിച്ചൊന്ന് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം 1 സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ പൊടിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ പൊടിയിലേക്ക് ചേർത്തിട്ടുള്ള ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയുമെല്ലാം നല്ലവണ്ണം യോജിച്ച് കിട്ടുന്നതിനായിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ പൊടിയെ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 കോഴിമുട്ടയാണ് വേണ്ടത്. ഇനി ഈ ഒരു കോഴിമുട്ടയെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ഗ്ലാസ് പാല് കൂടിയാണ് എടുക്കുന്നത്. 1/2 കപ്പ് പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 3/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ്. ഈ ഒരു പഞ്ചസാര കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ്. പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 1/4 ഗ്ലാസ് അളവിൽ സൺഫ്ലവർ ഓയിലാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബൂസ്റ്റാണ്. ഞാനിവിടെ ഒരു 3 പാക്കറ്റ് ബൂസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ബൂസ്റ്റ് പാക്കറ്റിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ട പാലിലേക്ക് ഒന്ന് ചേർക്കാം. ഇത്രയും കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മിക്സി ഒന്ന് മൂടിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ ഒരു 2 മിനിറ്റ് നേരം നിർത്താതെ തന്നെയാണ് കേട്ടോ ഫുൾ സ്പീഡിൽ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി അടിച്ചെടുത്ത ബാറ്റർ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടിയിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടിയിലേക്ക് ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. അധികം ശക്തിയായിട്ടൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സ്മൂത്തായിട്ട് വേണം ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ടും. നിങ്ങളുടെ കൈവശം ഹാൻഡ് വിസ്ക് ഇല്ലെങ്കിൽ ഇത് 1 സ്പൂൺ ഉപയോഗിച്ചും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 മിനിറ്റ് കൊണ്ട് പൊടിയെ നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു തരി പോലും കട്ടകളില്ലാതെ വേണം ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടും. ഞാനിവിടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു സ്പാച്ചുല വെച്ചിട്ട് കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല പോലെ തന്നെ ഫ്ലഫി ആയിട്ട് തന്നെ പൊങ്ങി വീർത്തൊക്കെ കിട്ടുന്നത്. ഇതിലുള്ള എയർ ഹോൾസൊക്കെ ഒന്ന് പോയി കിട്ടുന്നതും. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് കുക്കറിൽ വെച്ചിട്ടാണ്. ഞാനിവിടെ ഒരു 3 ലിറ്ററിൻ്റെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് ഓയിൽ കൂടെ പുരട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബട്ടർ പേപ്പർ ഇതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത കേക്ക് ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കുക്കറിലേക്ക് ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൂടെ കൊടുക്കണം. ടാപ്പ് ചെയ്ത് കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു 15 മിനിറ്റ് നേരത്തെ മുമ്പ് തന്നെ ഒരു തട്ടം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിലായിട്ടാണ് കുക്കറിനെ എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ മൂടി ഒന്ന് തുറന്നുകൂടെ നോക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. മൂടി തുറന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു സ്റ്റീൽ മൂടി താഴേക്ക് വീണിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ബുഷ് സ്റ്റീൽ ആയതുകൊണ്ട് കൈ നല്ല പോലെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ മൂടുന്ന മൂടി ഇതേപോലെ സ്റ്റീലിൻ്റെ ആണെങ്കിൽ എന്തെങ്കിലും തുണി കൂട്ടി വേണം കേട്ടോ പിടിക്കാനായിട്ട്. അല്ലെങ്കിൽ എൻ്റെ കൈ പൊള്ളിയ പോലെ നിങ്ങളുടെയും പൊള്ളാൻ സാധ്യതയുണ്ട്.
എൻ്റെ കൈ പൊള്ളിയാലും കുഴപ്പമില്ല കേട്ടോ. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കേക്കിനെ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഒരു തട്ടം നേരത്തെ തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒരു 15 മിനിറ്റ് മുമ്പേ തന്നെ ഇതുപോലെ തട്ടം ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ചൂടാക്കി ഇടേണ്ടതാണ്. ഇനി നമുക്ക് ഈ ഒരു കേക്കിനെ അടുപ്പിൽ നിന്നെടുത്ത് മാറ്റാം. അതിനുശേഷം നല്ലവണ്ണം ചൂടാറിയിട്ട് ഇതിനെ കുക്കറിൽ നിന്ന് ഇളക്കിയൊന്ന് മാറ്റാം. ഈ ഒരു സമയത്ത് നമ്മുടെ കേക്ക് 3/4 ഭാഗത്തോളം വീർത്താണ് കേട്ടോ നിൽക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ചൂടെല്ലാം ഒന്ന് ആറി വന്നിട്ടുണ്ട്. അതിനുശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ നല്ല വിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടർത്തിയും കൂടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ എൻ്റെ കയ്യിലേക്കൊന്ന് കമിഴ്ത്തിയും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് എളുപ്പത്തിലാണ് കൂട്ടുകാരെ നമ്മൾ നല്ലൊരു ടീ കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കുട്ടികൾക്ക് നിങ്ങൾ തന്നെയാണ് കേക്ക് എന്നും തയ്യാറാക്കി കൊടുക്കാൻ പോകുന്നത്. ഒരു ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം കൂടിയാണ്. അപ്പോൾ ഇത്രയുള്ള കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെയും നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.